ഇന്ന് മൈഥിലി ശരൺ ഗുപ്ത എഴുതിയ മാതൃഭൂമി എന്ന കവിതയുടെ സാരാംശമാണ് പറയുന്നത്. ആദ്യം കവി പരിചയം. 1886 മൈഥിലി ശരൺ ഗുപ്ത ജനിച്ചത്. 1964 മരിച്ചു. 1886 में उनका जन्म हुआ था. 1964 में उनका निधन हुआ था. मैथिली शरण गुप्त का जन्म 1886 में उत्तर प्रदेश के झांसी जिले के अंतर्गत स्थित चिरगांव नामक गांव में हुआ था. 1886 ഉത്തർപ്രദേശിലെ ഝാൻസി ജില്ലയിലെ ചിർഗാവ് എന്നു പേരായ ഗ്രാമത്തിലാണ് മൈഥിലി ശരൺ ഗുപ്ത ജനിച്ചത്. അവക്കെ പിതാ एक निष्ठावान वैष्णव भक्त तथा ബ്രജഭാഷ കെ മർമ്മജ്ഞ കവി थे. അദ്ദേഹത്തിൻ്റെ പിതാവ് നിഷ്ഠാവാനായ ഒരു വൈഷ്ണവ ഭക്തനും അതുപോലെ ബ്രജഭാഷാ പണ്ഡിതനും കവിയുമായിരുന്നു. അഥഹ ഉന്നി സംസ്കാരോं का ഗഹര പ്രഭാവ് ആപ്പ് പർ ഭി പടാ था. അതായത് പിതാവിൻ്റെ സംസ്കാരത്തിൻ്റെ ആഴത്തിലുള്ള പ്രഭാവം മൈഥിലി ശരൺ ഗുപ്തിലും പതിഞ്ഞു. കവിത करने की प्रेरणा भी आपको अपने पिता से ही प्राप्त हुई थी. കവിത എഴുതാനുള്ള പ്രോത്സാഹനവും അദ്ദേഹത്തിന് തൻ്റെ പിതാവിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത്. അവർക്ക് ശിക്ഷാദീക്ഷ ഘർ പർ ഹി ഹുയി ഥി. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു. ഗുപ്തജി ഭാരതീയ സംസ്കൃതി കെ ഗായക ഹെ. ഗുപ്തജി ഭാരതീയ സംസ്കാരത്തിൻ്റെ ഗായകനാണ്. വർത്തമാൻ കി പതിത് അവസ്ഥ പർ ഉനേ ദുഃഖ് ഹെ. വർത്തമാനകാലത്തിൻ്റെ ജീർണിച്ച അവസ്ഥയിൽ അദ്ദേഹത്തിന് വളരെയേറെ ദുഃഖമുണ്ട്. वर्तमान में भूतकालीन दशा के गौरवमय चित्र को प्रस्तुत करने का यही प्रमुख कारण है. വർത്തമാനകാലത്ത് ഭൂതകാലത്തിൻ്റെ മഹിമ നിറഞ്ഞ ചിത്രങ്ങൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. गुप्तजी की रचनाओं में जैसा शक्तिशाली प्रतिनिधित्व दलित एवं शोषित किसान और मजदूरों को मिला है वैसा अन्यत्र कहीं नहीं मिला. ഗുപ്തജിയുടെ രചനകളിൽ ദളിതർക്കും ചൂഷണത്തിനിരയാക്കപ്പെടുന്ന കർഷകർക്കും തൊഴിലാളികൾക്കും എത്രമാത്രം ശക്തമായ പ്രതിനിധിത്വമാണോ ലഭിക്കുന്നത് അത്രയും നമുക്ക് മറ്റെവിടെയും കാണാൻ കഴിയില്ല. ശോഷിത് വർഗക്കോ ആപ്പിനെ സഹാനുഭൂതിപൂർണ്ണ ദൃഷ്ടി സേ ദേഖ. ചൂഷണത്തിനിരയാക്കപ്പെടുന്ന വർഗത്തെ അദ്ദേഹം സഹാനുഭൂതി നിറഞ്ഞ കാഴ്ചപ്പാടോടെയാണ് കണ്ടത്. ഇൻകി പ്രതിഭ ഭാവാത്മകയ്ക്ക് അപേക്ഷ ഇതിവൃത്താത്മക അധിക് ഹെ. ഇദ്ദേഹത്തിൻ്റെ പ്രതിഭ ഭാവാത്മകതയെ അപേക്ഷിച്ച് ഇതിവൃത്താത്മകതയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഇതിവൃത്താത്മക എന്ന് പറഞ്ഞാൽ കഥയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, അതായത് ഇമോഷണൽ സ്റ്റോറിക്ക് പകരമായിട്ട് കഥയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രചനകളായിരുന്നു ഇദ്ദേഹത്തിൻ്റേത്. ഇനോനെ ജോ സുന്ദർ ഏവം ഭാവപൂർണ്ണ ഗീതോं की രചന की है वे പ്രബന്ധ കാവ്യോं में आए हैं. ഇദ്ദേഹം ഏതൊരു സുന്ദരവും ഭാവപൂർണവുമായ ഗീതങ്ങളാണോ രചിച്ചത് അവയൊക്കെ പ്രബന്ധകാവ്യത്തിലാണ് വന്നിട്ടുള്ളത്. കഥാനിർവാഹ മാർമിക് സ്ഥലോं की पहचान चरित्र चित्रण आदि जिन गुणों की प्रबंध काव्य में आवश्यकता होती है उन सभी गुणों का निर्वाह इनकी रचनाओं में सुंदर ढंग से हुआ है. കഥാനിർവഹണം, കഥാബിന്ദു, കഥാപാത്ര നിർവഹണം എന്നിങ്ങനെ ഒരു പ്രബന്ധ കാവ്യത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ മനോഹരമായ രീതിയിൽ ഇതിൽ നിർവഹിച്ചിരിക്കുന്നു. പുരാനെ കഥാനകോ മേ ആവശ്യകതാനുസാർ പരിവർത്തൻ കർണ കഥാകാർ കി ബഹുത് ബഡി വിശേഷത ഹെ. പഴയ കഥാവസ്തുക്കളിൽ ആവശ്യത്തിനനുസരിച്ച് പരിവർത്തനം കൊണ്ടുവരിക എന്നത് പ്രബന്ധകാരൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. पंचवटी और साकेत में लक्ष्मण, सीता और कैकेयी के चरित्र में नई नई कल्पनाएं की गई है. പഞ്ചവടി, സാകേത് എന്നീ രചനകളിൽ ലക്ഷ്മണൻ, സീത, കൈകേയി എന്നിവരുടെ കഥാപാത്രത്തിൽ അദ്ദേഹം പുതിയ പുതിയ സങ്കല്പങ്ങൾ രചിച്ചിരിക്കുന്നു. पंचवटी की सीता और लक्ष्मण दैवी मूर्ति न होकर पार्थिव जगत के साधारण पर कर्तव्यपरायण पात्र है. പഞ്ചവടിയിലെ സീതയും ലക്ഷ്മണനും ദൈവിക രൂപങ്ങളല്ല, പകരം ഭൂമിയിലെ സാധാരണക്കാരായ കർത്തവ്യപരായണരായ കഥാപാത്രങ്ങളാണ്. മാതൃഭൂമി കവിത കാ സാരാംശ. മാതൃഭൂമി എന്നു പേരായ ഈ കവിതയിൽ അദ്ദേഹം മാതൃഭൂമിയുടെ മഹിമയെയാണ് വർണ്ണിക്കുന്നത്. ഭാരതത്തിൻ്റെ പുത്രനായതിൽ അദ്ദേഹം വളരെയേറെ അഭിമാനിക്കുന്നു. मातृभूमि शीर्षक कविता में राष्ट्रीय चेतना का व्यापक चित्र अंकित है. മാതൃഭൂമി എന്നു പേരായ ഈ കവിതയിൽ രാഷ്ട്രീയ ചേതനയുടെ വ്യാപകമായ ചിത്രം അടയാളപ്പെടുത്തിയിരിക്കുന്നു.
രാഷ്ട്രീയ ചേതന എന്ന് പറഞ്ഞാൽ ദേശീയ അവബോധം. ഇസ് കവിത ने न जाने कितने सैकड़ों लोगों में രാഷ്ട്രീയത की भावना जगाने में सक्रिय भूमिका निभाई. ഈ കവിത നൂറുകണക്കിന് ആളുകളിൽ ദേശീയ അവബോധം വളർത്തുന്നതിൽ ക്രിയാത്മകമായ പങ്ക് നിർവഹിച്ചു. मैथिली शरण गुप्त मातृभूमि की वंदना करते हैं. मैथिली शरण गुप्त मातृभूमिയെ വന്ദിക്കുന്നു. इस कविता में उन्होंने मातृभूमि के अनंत रूपों का वर्णन किया है. ഈ കവിതയിൽ അദ്ദേഹം മാതൃഭൂമിയുടെ അനന്തമായ രൂപത്തെ വർണ്ണിച്ചിരിക്കുന്നു. उसके प्रकृति सौंदर्य, सांस्कृतिक गरिमा, भौतिक संपदा आदि का वर्णन किया है. ഭാരതത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം, സാംസ്കാരികമായ മഹത്വം, ഭൗതിക സമ്പത്ത് ഇവയെല്ലാം അദ്ദേഹം ഈ കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നു. രാഷ്ട്രകവി മൈഥിലി ശരൺ ഗുപ്ത മാതൃഭൂമി കോ സംബോധിത് കർത്തേ ഹുവേ കഹത്തെ ഹെ. രാഷ്ട്രകവി മൈഥിലി ശരൺ ഗുപ്ത മാതൃഭൂമിയെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, ഹേ മാതൃഭൂമി, തുമാരെ ഹരേ കിനാരെ പർ നീലാകാശ് കാ വസ്ത്ര സുശോഭിത് ഹെ. മാതൃഭൂമി എന്ന് പറയുന്നത് പച്ചപ്പ് നിറഞ്ഞതാണ്. അങ്ങനെ ആ പച്ചപ്പണിഞ്ഞ ഹരിതാഭയെ ആർജിച്ച ഈ ഭൂമിയുടെ വസ്ത്രമാണ് നീലാകാശം എന്നാണ് കവി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹരിതാഭയെ ആർജിച്ച ആ തീരത്ത് നീലാകാശമാകുന്ന വസ്ത്രം വളരെ നന്നായി ശോഭിക്കുന്നു എന്ന് കവി പറയുന്നു. സൂര്യ और ചന്ദ്ര തുമാരെ ദോ മുകുട് ഹെ. സൂര്യനും ചന്ദ്രനും നിന്റെ രണ്ട് കിരീടങ്ങളാണ്. സമുദ്ര തുമാരി മേഖലാഹെ. സമുദ്രം എന്ന് പറയുന്നത് നിന്റെ അരപ്പട്ടയാണ്. നദിയ പ്രേം കി ധാര പ്രവാഹിത് കർത്തി ഹെ. നദികൾ പ്രേമത്തിൻ്റെ ധാരയാണ് പ്രവഹിപ്പിക്കുന്നത്. അതായത് നദികൾ ഈ ഭാരതത്തിലൂടെ ഒഴുകുന്നത് കൊണ്ടാണ് ഇത്രയേറെ ഫലഭൂയിഷ്ഠിയുള്ളതായിട്ട് നമ്മുടെ മണ്ണ് മാറുന്നത്, അല്ലെങ്കിൽ പച്ചപ്പ് നിറഞ്ഞതായിരിക്കാൻ കാരണം ഈ നദികൾ ഒഴുകുന്നത് കൊണ്ട് തന്നെയാണ്. നക്ഷത്ര സമൂഹ പുഷ്പങ്ക അലങ്കാർ ഹെ. നക്ഷത്ര സമൂഹം പുഷ്പങ്ങളാകുന്ന അലങ്കാരമാണ്. പക്ഷി തുമാര ഗുണഗാൻ കർണേ വാലെ ഭക്ത് ഹെ. പക്ഷികളുടെ കളകള ശബ്ദം എന്ന് പറയുന്നത് മാതൃഭൂമിയുടെ മഹിമ പാടുന്ന ഗായകരാണ്, അല്ലെങ്കിൽ ഭക്തരാണെന്നാണ് കവി പറയുന്നത്. ശേഷനാഗ് കാ ഫൺ തുമാര സിംഹാസൻ ഹെ. ശേഷനാഗത്തിൻ്റെ പണമാണ് നിന്റെ സിംഹാസന. ബാദൽ തുമ്പർ അഭിഷേക് കർത്തെ ഹെ. ബാദൽ അല്ലെങ്കിൽ മേഘം നിന്നിൽ അഭിഷേകം നടത്തുന്നു, അല്ലെങ്കിൽ മഴ പെയ്യുന്നു. ഹം തുമാരെ ഈസ് രൂപ് പർ ന്യോച്ചാവർ ഹോത്തെ ഹെ. നിന്റെ ഈ മനോഹരമായ രൂപത്തിൽ ഞങ്ങൾ സ്വയം സമർപ്പിക്കുന്നു. ഹം ആത്മസമർപ്പണം കർത്തെ ഹെ. ഞങ്ങൾ ആത്മസമർപ്പണം നടത്തുന്നു. സച്ചുമുച്ച് തും സർവേശ്വർ കി സഗുൺ സാകാർ മൂർത്തി ഹോ. ശരിക്കും നീ സർവേശ്വരൻ്റെ സഗുണമായ സാകാരമൂർത്തിയാണ്. അതായത് ഈശ്വരൻ നമുക്ക് വേണ്ടതെല്ലാം തരുന്നു, അതുപോലെ തന്നെ മാതൃഭൂമിയും നമുക്ക് വേണ്ടതെന്താണോ അതെല്ലാം തരുന്നു. ഹേ മാതൃഭൂമി, യഹാം കാ സ്വച്ഛ് ജൽ അമൃത് കെ സമാൻ ഹെ. അല്ലയോ മാതൃഭൂമി, ഇവിടുത്തെ സ്വച്ഛമായ ജലം അല്ലെങ്കിൽ നദികളിലൂടെ ഒഴുകുന്ന ആ പ്രേമത്തിൻ്റെ പ്രവാഹം അത് അമൃതിന് തുല്യമാണെന്നാണ് കവി പറയുന്നത്. ധീരെ ധീരെ ബഹ്നെ വാലെ സുഗന്ധിത് ठंडी വായു ഹമാരി ധക്കാൻ ദൂർ കർ ദേത്തി ഹെ. പതുക്കെ പതുക്കെ വീശുന്ന ആ സുഗന്ധം നിറഞ്ഞ ഇളം കാറ്റ് നമ്മുടെ എല്ലാ ക്ഷീണവും ഇല്ലാതെയാക്കുന്നു. ഗ്രീഷ്മ, വർഷ, ശരത്, ഹേമന്ത്, ശിശിർ, വസന്ത आदि 6 ഋതുവെ ബാരി ബാരി സെ ആക്കർ അപ്പനെ അപ്പനെ അത്ഭുത ദൃശ്യ ദിഖാത്തി ഹെ. അതായത് നമ്മുടെ ദേശത്ത് ഷഡ് ഋതുക്കൾ, ഗ്രീഷ്മ, വസന്ത്, ശരത്, ഹേമന്ത്, ശിശിർ, വസന്ത്, ഇങ്ങനെ ഋതുക്കളുണ്ട്. അവ ഓരോന്നും മാറി മാറി വന്ന അവയുടെ അത്ഭുത ദൃശ്യങ്ങൾ നമ്മെ കാണിക്കുന്നു. ഈ ഋതുക്കൾ അവയുടെ അത്ഭുത ദൃശ്യത്താൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ഹരിയാലി സബ് ജഗഹ് ഫൈലി ഹുയി ഹെ. ഹരിയാലി എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഹരിതാഭ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. ജമീൻ കി ഹരി ഘാസ് മഖമൽ സെ ഭി കോമൾ ഹെ. നിലത്തുള്ള ആ പച്ചപ്പുല്ല് അത് പരവതാനിയേക്കാൾ വളരെ കോമളമാണ്. രാത് മേ ചാന്ദ് അപ്പനി പവിത്ര കിരണോം സെ തുമ്പർ പ്രകാശ് ഫൈലാത്താ ഹെ. രാത്രിയിൽ നിലാവ് തൻ്റെ പവിത്രമായ കിരണങ്ങളാൽ നിന്നിൽ പ്രകാശം ചൊരിയുന്നു. ദിൻമേ സൂര്യ അന്ധകാർക്കോ മിടാത്താ ഹെ. പകൽ സൂര്യൻ അന്ധകാരമില്ലാതെയാക്കുന്നു. ഹി മാതൃഭൂമി, തുമ്പർ സുന്ദർ സുഖദ് സുഗന്ധിത് പുഷ്പ വികസിത് ഹോത്തെ ഹെ. അല്ലയോ മാതൃഭൂമി, നിന്നിൽ സുന്ദരമായ സുഖകരമായ സുഗന്ധം പരത്തുന്ന പൂക്കൾ വിരിയുന്നു. യഹാം തരഹ് തരഹ് കെ സരസ് അവർ സ്വാദിഷ്ട അമൃത് ജൈസെ ഫൽ മിൽത്തെ ഹെ.
അതായത് ഒരുപാട് പുഷ്പങ്ങൾ ഇവിടെ വിരിയാറുണ്ട്. സുന്ദരമായ മനോഹരമായ സുഗന്ധം പരത്തുന്ന പുഷ്പങ്ങൾ വിരിയാറുണ്ട്. അതുപോലെ പലതരത്തിലുള്ള സ്വാദിഷ്ടമായ ഫലങ്ങളുമുണ്ട്. ഒരുപാട് തരത്തിലുള്ള ഫലങ്ങളുണ്ട്. അമൃതിനോട് ഉപമിക്കാവുന്ന അല്ലെങ്കിൽ അമൃത തുല്യമായ ഫലങ്ങൾ നമുക്കിവിടെ ലഭിക്കുന്നു. യഹാം നിരാലി ജഡി ബൂട്ടിയാം അവർ ഔഷധിയാം പ്രാപ്ത് ഹോത്തി ഹെ. ഇവിടെ അനുപമമായ അനേകം ഔഷധ ഗുണമുള്ള ഫലമൂലാദികൾ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ ഔഷധങ്ങൾ ലഭിക്കുന്നു. യഹാങ്കി ഖാനോമേ അനേക പ്രകാർക്കെ വസ്തുവേ അവർ രത്ന ഭരേ ഹുയേ ഹെ. ഇവിടുത്തെ ഖനികളിൽ അനേകം തരത്തിലുള്ള ധാതുക്കളും രത്നങ്ങളും നിറഞ്ഞിരിക്കുന്നു. ഹമി ജോ വസ്തുവേം ആവശ്യക് അവർ ഉപയോഗി ഹോ വേ സാരി വസ്തുവേം യഹാ മിൽത്തി ഹെ. നമുക്ക് ഏതൊക്കെ വസ്തുക്കളാണോ ആവശ്യവും ഉപയോഗപ്രദവുമായിട്ടുള്ളത് അവയെല്ലാം നമുക്കിവിടെ ലഭിക്കുന്നു. ഹേ മാതൃഭൂമി വസുധ ധര ആദി തുമാരെ സാരേ നാം സാർത്ഥക് ഹെ. അല്ലയോ മാതൃഭൂമി, വസുധ, ധര എന്നിങ്ങനെയുള്ള അവിടുത്തെ പേരുകളെല്ലാം സാർത്ഥകമാണ് അല്ലെങ്കിൽ അർത്ഥവത്താണ്. ഹി മാതൃഭൂമി കഹീൻ ദൂർ പർ പർവ്വതമാല ദിഖായി ദേ രഹി ഹെ. അങ്ങ് ദൂരെ ഒരുപാട് പർവ്വതമാലകൾ അല്ലെങ്കിൽ ഒരുപാട് പർവ്വതങ്ങൾ കാണപ്പെടുന്നു. നദിയാം ദാസിയോങ്കെ രൂപമേ തുമാരെ പൈരോങ്കോ ധോ രഹി ഹെ. നദികൾ ദാസികളായിക്കൊണ്ട് നിന്റെ ചരണങ്ങൾ കഴുകുന്നു. പേട് തുമ്പർ ഫൂൽ ബർസാക്കർ തുമാരി പൂജ കർ രഹി ഹെ. മരങ്ങൾ പൂക്കൾ വർഷിച്ചുകൊണ്ട് നിന്നെ പൂജിക്കുന്നു. അതായത് മരങ്ങളിലൊക്കെ പൂ വിരിഞ്ഞിട്ട് അവയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു വീഴാറുണ്ട്. അപ്പം കവി പറയുന്നത് അവ നമ്മുടെ ഭൂമിയെ അല്ലെങ്കിൽ നമ്മുടെ മാതൃഭൂമിയെ ഈ വൃക്ഷങ്ങൾ പൂജിക്കുകയാണെന്നാണ്. തങ്ങളുടെ പൂക്കൾ പൊഴിച്ചുകൊണ്ട് അവ മാതൃഭൂമിയെ പൂജിക്കുന്നു എന്ന് കവി പറയുന്നു. മലേ സമീർ തുമ്പർ ചന്ദൻ ചടാ രഹാ ഹെ. മലേ സമീർ ഇളം കാറ്റ് നിന്നിൽ ചന്ദനം പൂശുകയാണെന്നാണ് കവി പറയുന്നത്. തും സബുക്കെ മൻമേ ഉദാത്ത സ്വാത്വിക് ഭാവനാവോങ്കോ ഭർ രഹി ഹോ. നീ എല്ലാവരുടെയും മനസ്സിൽ ഉദാത്തമായ സ്വാത്വിക ഭാവനകൾ നിറയ്ക്കുകയാണ്. ഹേ മാതൃഭൂമി തും സബുക്കോ ക്ഷമ കർണേ വാലി ഹോ. അല്ലയോ മാതൃഭൂമി, അവിടുന്ന് എല്ലാവരോടും ക്ഷമിക്കുന്നവളാണ്. തും ദീൻ ദുഃഖിയോം പർ ദയാ കർണേ വാലി ഹോ. ദീനരോടും ദുഃഖിതരോടും ദയ കാണിക്കുന്നവളാണ്. തും സബുക്ക കുശൽ മംഗൽ കർണേ വാലി ഹോ. എല്ലാവർക്കും നന്മ വരുത്തുന്നവളാണ്. തും അമൃതമയി ഹോ. നീ അമൃതമയ്യാണ്. തും സബ്സെ സ്നേഹ് കർണേ വാലി വാത്സല്യമയി ഹോ. നീ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരുപോലെ സ്നേഹിക്കുന്ന വാത്സല്യമയ്യാണ്. തും ധൻ വൈഭവ് സെ സമ്പന്ന ഹോ. നീ ധനത്താലും വൈഭവത്താലും സമ്പന്നമാണ് അല്ലെങ്കിൽ ഒരുപാട് പ്രകൃതി സമ്പത്ത് നമുക്കുണ്ട്. തും ഹമാരെ സൻസാർ കാ പാലൻ പോഷൻ കർണേ വാലി ഹോ. നീ നമ്മുടെ ലോകത്തെ പരിപാലിക്കുന്നവളാണ്. സബ് ലോകോങ്ക ദുഃഖ് ദൂർ കർണേ വാലി ഹോ. എല്ലാവരുടെയും ദുഃഖം ഇല്ലാതെയാക്കുന്നവളാണ്. തും ലോകോങ്ക ഭയ ദൂർ കർണേ വാലി ഹോ. നീ ആളുകളുടെ ഭയം ഇല്ലാതെയാക്കുന്നവളാണ്. തും സുഖശാന്തിക്ക് സ്ഥാപന കർണേ വാലി ഹോ. സുഖവും ശാന്തിയും സ്ഥാപിക്കുന്നവളാണ്. തും സബുക്കോ ശരൺ ദേനെ വാലി ഹോ. നീ എല്ലാവർക്കും ശരണം നൽകുന്നവളാണ് അല്ലെങ്കിൽ ആശ്രയം നൽകുന്നവളാണ്. തും സബുക്കി രക്ഷാ കർത്തി ഹോ. നീ എല്ലാവരെയും രക്ഷിക്കുന്നു. ഹം തുമാരി സന്താനം ഹേ. തും ഹമാരി മാതാ ഹോ. തും ഹമാരി ജാൻ ഹോ. ഞങ്ങൾ നിന്റെ മക്കളാണ്. നീ ഞങ്ങളുടെ അമ്മയാണ്. നീ ഞങ്ങളുടെ ജീവനാണ്. ഇതാണ് കവി മൈഥിലി ശരൺ ഗുപ്ത മാതൃഭൂമിയെക്കുറിച്ച് പറയുന്ന മനോഹരമായ വാക്കുകൾ. ഇങ്ങനെ കവി മൈഥിലി ശരൺ ഗുപ്ത മാതൃഭൂമിയുടെ ഗുണഗാനം പാടുന്നു.